പുതിയൊരു സിനിമയിലേക്ക് പ്രേക്ഷകർ ഏറ്റെടുത്ത ഗപ്പിക്ക് ശേഷം, അമ്പിളിക്ക് ശേഷം ജോൺ പോൾ ജോർജിൻ്റെ അടുത്ത സിനിമയാണ് ആശാൻ. ഒരുപക്ഷെ കൃത്യമായ ഇടവേളകളിൽ സമയമെടുത്ത് സിനിമ എടുക്കുന്ന ഒരു സംവിധായകനാണ് ജോൺ പോൾ. അതുകൊണ്ട് തന്നെ ജോൺ പോൾ ജോർജിൻ്റെ സിനിമയ്ക്ക് ഇവിടെ ഒരു പ്രത്യേക ഫാൻസ് ഉണ്ടെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അദ്ദേഹത്തിൻ്റെ സിനിമകളെല്ലാം പതിഞ്ഞ താളത്തിൽ ആരംഭിച്ച് വളരെ ഇൻറ്റൻസായ ഇമോഷൻസിലൂടെ കടന്നു പോകുന്ന, അവസാനം പ്രേക്ഷകരുടെ നെഞ്ചിനെ തൊടുന്ന ഒരു വിങ്ങലാക്കി ബാക്കിയാകുന്ന സിനിമകളായിരുന്നു ഇതുവരെ. അദ്ദേഹത്തിൻ്റെ സിനിമകളിലെ എല്ലാ പാട്ടുകളും നമ്മുടെ മനസ്സുകളിൽ ഇടം പിടിച്ചവയാണ്, ട്രെൻഡിങ്ങുമായിരുന്നു എന്നുള്ളതാണ്. ഇത്തവണ മൂന്നാമത്തെ സിനിമയുമായിട്ട് വരുമ്പോൾ എന്ത് പ്രത്യേകതയാണ്, എന്ത് മാജിക്കാണ്, എന്ത് കാഴ്ചയാണ് ജോൺ പോൾ ജോർജ് നമുക്കായി കാത്തുവയ്ക്കുന്നത്. സ്നേഹം നിറഞ്ഞവരെ, ഈ സിനിമയുമായി വരുമ്പോൾ ഒന്നാമത്തെ പേര് തന്നെ ആശാൻ. ഇതാണ് സിനിമയുടെ ടൈറ്റിൽ. ആശാനായിട്ട് വരുന്നത് ഇന്ദ്രൻസാണ്. നമുക്കറിയാം, ഇന്ദ്രൻസിന് ആൾക്കൂട്ടത്തിനെ മുഴുവൻ ഇമോഷൻസിലേക്ക് കൊണ്ടുപോകാൻ, ആൾക്കൂട്ടത്തിനെ മുഴുവൻ സിമ്പതിയും പിടിച്ചുപറ്റാൻ എത്ര അനായാസമായിട്ട് കഴിയുന്ന നടനാണെന്ന് ഈ കാലഘട്ടം തെളിയിച്ചതാണ്. ഹോം സിനിമയൊക്കെ നമ്മൾ അത്തരത്തിൽ കണ്ടു കഴിഞ്ഞതാണ്. അവിടെയാണ് ഇന്ദ്രൻസിനെ ആശാൻ എന്ന് പറയുന്ന ടൈറ്റിലിൽ പ്രതിഷ്ഠിക്കുന്നത്. സ്നേഹം നിറഞ്ഞവരെ, എന്താണ് ഈ സിനിമ പറയുന്നത്? ഒന്നാമത്തെ കാര്യം, സിനിമയ്ക്കുള്ളിലെ സിനിമ പറയുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, അത്തരത്തിലുള്ള സിനിമകൾ ഉദയനാണ് താരം, വർഷങ്ങൾക്ക് ശേഷം, അങ്ങനെ തിരക്കഥ, അങ്ങനെ പല സിനിമകളും സിനിമയ്ക്കുള്ളിലെ സിനിമകൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ടെംപ്ലേറ്റ് ആയിട്ട് വരുമ്പോൾ എന്ത് പ്രത്യേകതയാണ് ഈ സിനിമ കൊണ്ടുവരുന്നത്? തീർച്ചയായും അനന്തരാമൻ എന്ന് പറയുന്ന ഫിലിം പാഷനേറ്റ് ആയിട്ടുള്ള ഒരു എഡിറ്ററുടെ സിനിമാ സ്വപ്നങ്ങളുമായിട്ട് ഇറങ്ങിത്തിരിക്കുന്നു. അദ്ദേഹത്തിനൊരു സിനിമയിലേക്ക് എത്തണമെങ്കിൽ ആ സിനിമാ ടീം അന്വേഷിക്കുന്ന ഒരു ലൊക്കേഷൻ കണ്ടെത്തണം. ആ ലൊക്കേഷൻ കണ്ടെത്തുന്ന പ്രത്യേകതയുള്ള ആ ലൊക്കേഷൻ കണ്ടെത്തുന്നത് ഒരു ഫ്ലാറ്റിലാണ്. ആ ഫ്ലാറ്റിലെ എല്ലാമാണ് കെയർ ടേക്കറാണ് ആശാൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഇന്ദ്രൻസ് ചെയ്യുന്നത്. സ്നേഹം നിറഞ്ഞവരെ, ആശാൻ ആരാണ്, ആശാന്റെ പവർ എന്താണെന്നുള്ളത് ഈ സിനിമയുടെ ചില ഘട്ടങ്ങളിൽ ഒരു ഡയലോഗ് പോലും ഇല്ലാതെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. എല്ലാവരുടെയും പ്രിയങ്കരനായി മാറുക, അയാൾക്ക് വേദനിക്കുമ്പോൾ എല്ലാവരും വേദനിക്കുന്നവരായിട്ട് മാറുക, അയാൾ അത്രമാത്രം ആളുകൾക്ക് പ്രധാനപ്പെട്ട ഒരാളായിട്ട് മാറുക. ഇത്തരത്തിലുള്ള ഇൻറ്റൻസ്, ഇത്തരത്തിലുള്ള കഥാപാത്രത്തിനുള്ള ഒരു പാഷൻ, അദ്ദേഹം വർഷങ്ങളായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു സ്വപ്നം, ആ സ്വപ്നത്തിലേക്ക് എത്താനുള്ള അദ്ദേഹത്തിൻ്റെ കൊതി, ആ കൊതിയാണ് ഈ സിനിമയ്ക്ക് ഇന്ധനമായിട്ട് തീരുന്നത്. അവിടെ അപ്പുറത്ത് മറ്റൊരു കഥാപാത്രം ബാലരാമൻ. സ്നേഹം നിറഞ്ഞവരെ, രണ്ട് ധ്രുവങ്ങളിലാണ് തോന്നിക്കുന്ന രണ്ട് മനുഷ്യർ. അവരുടെ ഇൻറ്റൻസായ ഇമോഷൻ ജോൺ പോൾ ജോർജിൻ്റെ ഒരു പാറ്റേണാണ്. ഒരുപക്ഷെ നമ്മൾ ഗപ്പി കണ്ടു കഴിഞ്ഞാലും ഏറെക്കുറെ അമ്പിളിയിലുമെല്ലാം ഈ ഒരു പാറ്റേൺ നമുക്ക് കാണാൻ സാധിക്കും. ഇരു ധ്രുവങ്ങളിലാണെന്ന് തോന്നിപ്പിക്കുന്ന രണ്ട് മനുഷ്യർ, പക്ഷെ അവരെല്ലാം അവരുടേതായ ട്രാക്കുകളിൽ അവരുടേതായ റീസണുകളുള്ള മനുഷ്യരാണ്. അത്തരത്തിലാണ് ജോമോൻ ജൂതർ അവതരിപ്പിക്കുന്ന കഥാപാത്രവും ഇന്ദ്രൻസ് അവതരിപ്പിക്കുന്ന കഥാപാത്രവും പാരലായിട്ട് പോകുന്നത്. ഇവിടെ അവരുടെ കൊടുക്കൽ വാങ്ങലുകളും അവരുടെ കോംബോയും ഒക്കെ മനോഹരമായിട്ട് വന്നിട്ടുണ്ട്. ശോഭിതലൻ അവതരിപ്പിക്കുന്ന സംവിധായക കഥാപാത്രം ഗംഭീരമാണ്. പല സ്ഥലങ്ങളിലും സിനിമ മനുഷ്യനെ കണക്ട് ചെയ്യുന്നുണ്ട്, സൂപ്പറാണ് എന്ന് പറയുമ്പോൾ തന്നെ ഈ സിനിമാറ്റിക് ആയിട്ടുള്ള പരിപാടികൾ പിടിക്കുമ്പോൾ കടന്നു വരാവുന്ന പല ക്ലീഷേ പരിപാടികൾക്കും ഈ സിനിമ വീണു പോകുന്നുണ്ട്. സംവിധായകൻ്റെ ദേഷ്യപ്പെടൽ, അല്ലെങ്കിൽ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിൻ്റെ സങ്കടപ്പെടൽ, അവരുടെ ദുരവസ്ഥകൾ, സൗണ്ട് ക്യാപ്ചറിൻ്റെ അലർച്ച, സൈലൻസ്, ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഒരുപാട് ടെംപ്ലേറ്റുകളാണ്. ഒരുപക്ഷെ ഒരു കോമഡി ട്രാക്കിലെല്ലാം കണ്ടുപോകാമെങ്കിലും ജോൺ പോൾ ജോർജിനെ പോലുള്ള ഒരു സിനിമ എടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി നാച്ചുറൽ ആൻഡ് ഓർഗാനിക് ആയിട്ട് അത് വന്നിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുണ്ട്. പലപ്പോഴും ഗപ്പയിലും അമ്പിളിയിലും നമുക്ക് കിട്ടിയിരുന്നത് കഥയുടെ ഈ ഓർഗാനിക് ആയിട്ടുള്ള പ്രോസസ്സാണ്. ഇവിടെ നഷ്ടമാവുന്നത് അതാണ്. കാരണം കഥ ഫോഴ്സ്ഡാണ്. വരാനിരിക്കുന്ന ഒരു ഇമോഷണൽ ട്രാക്കിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതാണ് സിനിമയെന്ന് ബോധപൂർവം നമുക്ക് തോന്നുന്നുണ്ടെന്നുള്ളതാണ് ഈ സിനിമയുടെ ഒരു പരാതിയായിട്ടും ഒരു പരാധീനതയായിട്ടും ഒക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത്തവണ സംവിധായകൻ തന്നെയാണ് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ ആരാധിക എന്ന് പറയുന്ന പാട്ട് അമ്പിളിയിലാണെങ്കിലും തനിയെ മിഴികൾ എന്ന് പറയുന്ന പാട്ട് ഗപ്പിയിലാണെങ്കിലും ഹൈലൈറ്റ് ആയിരുന്നെങ്കിൽ ഇവിടെ കുഞ്ഞിക്കവിൾ മേഘമ എന്ന പാട്ട് ഇതിനോടകം ട്രെൻഡായി കഴിഞ്ഞു. പക്ഷേ ആ വിജയിച്ച അതേ ഫോർമാറ്റിൽ, അതേ ടെംപ്ലേറ്റിൽ തന്നെ പാട്ടുകൾ ആവർത്തിക്കപ്പെടുന്നു എന്നൊരു കുഴപ്പം കൂടി തോന്നിയിരുന്നു എന്നുള്ളതാണ്. എങ്കിലും സിനിമയുടെ സംഗീതവും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ശ്രദ്ധേയമാണ്. അതുപോലെ തന്നെ നവാഗതനായ സിനിമാറ്റോഗ്രാഫർ വിമൽ ജോസിൻ്റെ ക്യാമറയും ഗംഭീരമാണ്. എങ്കിലും പല സ്ഥലങ്ങളിലെല്ലാം ഇതിൻ്റെ കളർ പാറ്റേണുകൾ അല്ലെങ്കിൽ ഗ്രേഡിങ് കുറച്ചധികം പ്രശ്നങ്ങളുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. എങ്കിലും ഈ സിനിമ നമുക്ക് കണ്ടിരുന്ന് ആസ്വദിക്കാവുന്നതാണ്. എങ്കിലും അവസാനം എത്തുമ്പോൾ ഇത്രയും വലിച്ചു നീട്ടണമായിരുന്നു, ഒന്നുകൂടി ട്രിം ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടി ഇമോഷണൽ കൺസിസ്റ്റൻസി ഇല്ല, കുറച്ചും കൂടി സമഗ്രതയുള്ള ഒരു നല്ല ചിത്രം കിട്ടിയേനെ എന്ന് അതിനെ ക്ലൈമാക്സ് എത്തിയപ്പോൾ എനിക്ക് തോന്നി. എങ്കിലും സിനിമയ്ക്കുള്ളിലെ സിനിമയൊക്കെ മനോഹരമായിട്ട് ആളുകളെ ആകർഷിക്കുന്നുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. തീർച്ചയായിട്ടും ജോൺ പോൾ ജോർജിൻ്റെ ഗപ്പിയും അമ്പിളിയും വെച്ച് നോക്കുമ്പോൾ ഒരു വ്യത്യസ്തമായ കണ്ടന്റ് ആണെങ്കിൽ പോലും എനിക്ക് അതിനേക്കാൾ താഴ്ന്നു നിൽക്കുന്ന ഒരു സിനിമയായിട്ടാണ് ആശാൻ അനുഭവപ്പെട്ടത്. പക്ഷേ ബാക്കിയുള്ളവർക്ക് വ്യത്യസ്തമായിരിക്കാം. എനിവേ, ഇന്ദ്രൻസിൻ്റെ അഭിനയം
ഈ സിനിമയുടെ നെടുന്തൂണ് തന്നെയാണ്. അദ്ദേഹത്തിനൊരു കേക്ക് വോക്ക് മാത്രമാണ് ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ നമുക്കറിയാം. പക്ഷേ ഇത്തവണ ജോമോൻ ജ്യോതിർ തൻ്റെ പതിവ് കോമഡി റോളുകൾ വിട്ട് ഒരു സീരിയസ് ആയിട്ടുള്ള മുഴുനീള വേഷം ചെയ്യുന്നു എന്നുള്ളതും ഇതിൻ്റെ പ്രത്യേകതയാണ്. തീർച്ചയായിട്ടും ആശാൻ നിങ്ങൾക്കെല്ലാവരും കണ്ട് വിലയിരുത്താവുന്നതാണ്. ഒരു ഇമോഷണൽ പാക്കേജാണ്, ഇൻറ്റൻസ് ആണ് സിനിമ, മനോഹരമാണ്.